ഇപ്പൊ മെസ്സിന്റെ ഫസ്റ്റ് ഹാട്രിക് ആണിത്. അതെ അതെ. അപ്പൊ 33 വയസ്സിൽ ക്രിസ്ത്യാനോ 2018 വേൾഡ് കപ്പിൽ എടുത്ത ആ ഒരു ഹാട്രിക് ഉണ്ടല്ലോ, സ്പെയിനെതിരെ അതായിരുന്നു ഇതുവരെ ലോകകപ്പിലെ ഏറ്റവും പ്രായം കൂടിയ ഹാട്രിക്. അതിപ്പോ ലയണൽ മെസ്സി തിരുത്തി 39 വയസ്സായ ഇതിനകം 3-4 വയസ്സേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം തിരുത്തി സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനോ ഫസ്റ്റ് കളി കളിക്കാൻ എന്ന് ഇറങ്ങുകയാണ് ഈ വേൾഡ് കപ്പിൽ. ഒരു ചലഞ്ച് വെച്ച് കൊടുത്തോ, അതായത് പറ്റുമെങ്കിൽ അന്ന് തിരുത്തി കാണിക്കുക, ഇന്ന് അടിച്ചാൽ തിരുത്തി വീണ്ടും ക്രിസ്ത്യാനോയുടെ പേരിലാവും. എന്താ പറയുക, ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആളാണ് ക്രിസ്ത്യാനോ. തീർച്ചയായിട്ടും ചലഞ്ചുകൾ വെക്കുന്ന അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളാണ്, അത്ലറ്റിക് ആണ്. പക്ഷേ ഇപ്പോഴത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ നമ്മുടെ ആക്ച്വലി എന്ന് പറയുന്നത് അത് മാത്രമല്ല, അവരുടെ പോർച്ചുഗൽ എന്ന് പറയുന്ന നിലവിലുള്ള സ്ക്വാഡിനോട് പരിഗണിക്കുമ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞ സംഭവമാണ്, അതായത് ബ്രില്യൻ ഇപ്പൊ നിലവിലുള്ളതിൽ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ക്വാഡാണ് പോർച്ചുഗലിന്റെ. ഡിഫൻസ് നമ്മളവിടെ ഡിഗോ കോസ്റ്റ മുതൽ അങ്ങോട്ട് 4 ലൈനിൽ ആക്ച്വലി എന്താ പറയാ വരെയുള്ളത് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡാണ്. അപ്പൊ ഇതിനിടക്ക് എങ്ങനെ സിങ്ക് ആവും ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ളതാണ് ഇപ്പൊ ഞാനൊക്കെ നോക്കുന്നത്. ആക്ച്വലി എന്താ പറയാ, ഇപ്പോൾ ആ വേഗതക്കൊപ്പം ക്രിസ്ത്യാനോയുടെ ഒരു വിഷയം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചെങ്കിൽ അവരുടെ വേഗതക്കൊപ്പം പോകുമ്പോൾ വേഗതക്കൊപ്പം ഞാൻ പറഞ്ഞു വളരെ കോമ്പറ്റീറ്റീവ് ആണ്. അപ്പോൾ ആ വേഗതക്കൊപ്പം ശ്രമിക്കുമ്പോൾ ഒന്ന് നഷ്ടാവുന്ന സംഭവം അക്യുറസി, അതേപോലെ തന്നെ പവർ, ഈ രണ്ടും ആക്ച്വലി എന്താ പറയുക നമ്മൾ നഷ്ടാകുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഈ ഫ്രണ്ട്ലി മത്സരങ്ങളിലൊക്കെ അതെ ഫ്രണ്ട്ലി ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒക്കേഷണലി ഒക്കെ ചെയ്യാൻ പറ്റും, ഒരു പക്ഷേ ഇതേ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിന് വളരെ വെച്ചെങ്കിൽ ഏജ് അതേപോലെ തന്നെ ഹെൽത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ അതാണിപ്പോ ഒരു ക്രിസ്ത്യാനോയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ. അത് മാത്രമല്ല 2018 ഹാട്രിക്കിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞെങ്കിൽ ലോകകപ്പിൽ ഇതുവരെ 8 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ആകെ 8 ഗോളുകൾ. ഈ 8 ഗോളുകളിൽ 2018 ലോകകപ്പിൽ നേടിയിട്ടുള്ള റഷ്യ ലോകകപ്പ് 4 ഗോളുകൾ ഹാട്രിക് അടക്കം ഹാട്രിക് ഉള്ളത്. ബാക്കിയുള്ള 4 ലോകകപ്പിൽ ഓരോ ഗോളുകളും നോക്കൌട്ട് സ്റ്റേജിൽ ഒറ്റൊന്നുമില്ല. അതേപോലെ തന്നെ അങ്ങനത്തെ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനോ വളരെ ബാക്കിലാണ്. വേൾഡ് കപ്പിൽ മെസ്സിയും തുടക്കത്തിലൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പ് മുതലാണ് ഇത്രയും ഗോളുകൾ യഥാർത്ഥത്തിൽ വരുന്നത്. ഒരു വേൾഡ് കപ്പിൽ മെസ്സി ഗോളേ അടിക്കാത്ത വേൾഡ് കപ്പ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ മെസ്സിയുടെ കേളിശാലി ഇതേപോലെ ക്രിസ്ത്യാനോയെ സംബന്ധിച്ചുള്ള ഞാൻ പറഞ്ഞ പോലെ തന്നെ മെസ്സി എന്ന് പറഞ്ഞ സ്റ്റിൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം എല്ലാം എന്നുള്ളതാണ്. മെസ്സിയെ ചുറ്റിപ്പറ്റിയിട്ടാണ് അർജന്റീന ടീമും സ്കലോണി പോലും എനിക്ക് തോന്നുന്നു ഇപ്പോഴും. ഇപ്പൊ ഇന്നത്തെ കളി കണ്ടപ്പോ മെസ്സിയുടെ പെർഫോമൻസ് കണ്ടപ്പോ ആക്ച്വലി എന്താ പറയാ, മെസ്സി എന്ന് വെച്ചെങ്കിൽ ഒരു പ്രായം എന്ന് പറഞ്ഞ സംഭവം തളർത്തിയിട്ടില്ല. എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇന്നത്തെ കളിയിൽ ഇപ്പോ മെസ്സി എങ്ങനെയാവും പെർഫോം ചെയ്യുക ആക്ച്വലി എന്താ പറയാ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അത്രയും വളരെ ഒരു എനർജിയോട് കൂടി വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ എന്താ പറയാ ആവേശത്തോട് കൂടിയിട്ടാണ് മെസ്സി ഇന്ന് കളിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ അതിനൊരു വ്യത്യാസമുണ്ട്. പോർച്ചുഗൽ അങ്ങനെയല്ല, ക്രിസ്ത്യാനോ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു ബിൽഡ് ചെയ്ത ടീമല്ല, അതിന്റെ വ്യത്യാസമുണ്ട്. പക്ഷെ സാറ് പറഞ്ഞ പോലെ ക്രിസ്ത്യാനോ വളരെ കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് ഇന്നൊരു പക്ഷേ ഹാട്രിക് അടിച്ച് അത് തിരുത്തി കുറിച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല.